നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഇലൻ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷകളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചോദിച്ചിരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അതിൽ തന്നെ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട് 50 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു പരീക്ഷയിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണിത്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം, സമയം കളയാതെ തന്നെ. അപ്പോ ആദ്യത്തെ ചോദ്യം പറയുന്നത്, ഡാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ കുറഞ്ഞ നേരത്തേക്ക് സ്വന്തമായോ അല്ലെങ്കിൽ യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ, സാധനങ്ങൾ പെട്ടെന്ന് കയറ്റാനോ ഇറക്കാനോ വാഹനം നിർത്തുന്നു എന്നതാണ്. അപ്പൊ ആ ഡാഷ് ഇട്ട ഭാഗത്ത് എന്താണ് വരുന്നത്? ഉത്തരം എന്ന് വരുന്നത് സ്റ്റോപ്പിംഗ് എന്നുള്ളതാണ് കേട്ടോ. സ്റ്റോപ്പിംഗ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ സ്റ്റോപ്പിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ കുറഞ്ഞ നേരത്തേക്ക് സ്വന്തമായോ അല്ലെങ്കിൽ യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ, സാധനങ്ങൾ പെട്ടെന്ന് കയറ്റാനോ ഇറക്കുവാനോ വാഹനം നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പം 51ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിയേ 52. ഒരു മോട്ടോർ വാഹനം ഡാഷിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടുന്നത്. നമുക്കറിയാം എന്താണ് ഒരു മോട്ടോർ വാഹനം ഓടിക്കേണ്ടുന്നത്, അതിന്റെ ക്യാരേജ് വേ എന്ന് പറയും. മോട്ടോർ വാഹനം പോകുവാനുള്ള പാതയാണ് എന്തെന്ന് പറയുന്നത്, ക്യാരേജ് വേ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മോട്ടോർ വാഹനം ഓടിക്കേണ്ടുന്നത് ക്യാരേജ് വേയിലൂടെയാണെന്ന് ഓർത്തുകൊള്ളുക. ഇവിടെ ഒരു കൃത്യമായിട്ട് ഓർത്തുണ്ട്. റോഡിന്റെ ഷോൾഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് റോഡിന്റെ ഷോൾഡർ? അപ്പോൾ ഇതാണ് റോഡ് എന്നുണ്ടെങ്കിൽ ഇത് റോഡ് മാർക്കിംഗ് ആണ്. റോഡിനോട് ചേർന്ന് കുറച്ച് ഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കും. അപ്പൊ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കിയേ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ വാഹനം പിടിച്ചെടുക്കുകയും തടങ്കലിൽ വയ്ക്കാവുന്നതുമായിട്ടുള്ള കുറ്റം. അപ്പം കുറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ലൈസൻസ് ഇല്ലാതെയോ പ്രായപൂർത്തിയാകാതെയോ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ, അപ്പോ നമ്മൾ വാഹനം ഓടിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാതെയോ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം പിടിച്ചെടുക്കുകയും തടങ്കലിൽ വെക്കുകയും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യാതെ കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ ചെയ്യാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യാം, തടങ്കലിൽ വയ്ക്കുകയും ചെയ്യാം. അടുത്ത എന്താണ്? പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ എന്താ വേണം? കൃത്യമായിട്ടുള്ള പെർമിറ്റ് വേണം. അപ്പോൾ ഈ 3 ഓപ്ഷൻസും ശരിയാണെന്ന് വേണം പറയാനായിട്ട്, മുകളിൽ പറഞ്ഞ എല്ലാ കുറ്റങ്ങളും. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു പോയിന്റ് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടല്ലേ. ലൈസൻസ് ഇല്ലാതെ പ്രായപൂർത്തിയാകാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യാം, തടങ്കലിൽ വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യാതെ ഉപയോഗിച്ചു കഴിഞ്ഞാലും വാഹനം പിടിച്ചെടുക്കാം, തടങ്കലിൽ വെക്കാം. പെർമിറ്റ് ഇല്ലാത്ത വാഹനം ഉപയോഗിക്കുന്നതും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യാം, വാഹനം തടങ്കലിൽ വെക്കുകയും ചെയ്യാവുന്ന കുറ്റമാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ. 54. ഈ കുറ്റം ചെയ്താൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്നതാണ്. അപ്പൊ അയോഗ്യത കൽപ്പിക്കുവാൻ സാധ്യതയുള്ള കുറ്റങ്ങളെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. യാത്രക്കാർക്ക് നേരെയുള്ള ആക്രമണം, ചരക്ക് വണ്ടികളിൽ അമിതഭാരം കയറ്റുന്നത്, അധികാരമുള്ള ഏതെങ്കിലും വ്യക്തി സിഗ്നൽ നൽകിയിട്ട് വാഹനം നിർത്താതെ ഇരുന്നാൽ, മുകളിൽ പറഞ്ഞ എല്ലാ കുറ്റങ്ങളും. അപ്പൊ നോക്കിക്കേ, ഈ പറഞ്ഞിരുന്ന ഏത് കുറ്റമാണെങ്കിലും നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. മനസ്സിലായോ? അപ്പോ യാത്രക്കാരെ ആക്രമിക്കുകയോ ചരക്ക് വണ്ടികളിൽ അമിതമായിട്ട് ഭാരം കയറ്റുകയോ, ഏതെങ്കിലും വ്യക്തി വാഹനം നിർത്തുവാൻ അധികാരമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി കൈ കാണിച്ചിട്ട് വാഹനം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കുവാൻ കഴിയും. കേട്ടല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നോക്കിക്കേ. അപ്പൊ അടുത്ത ചോദ്യമാണ്, നോക്കുക. ചുവന്ന ബോർഡറിനൊപ്പം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന റോഡ് അടയാളങ്ങൾക്ക് പറയുന്ന പേര്. അപ്പം പ്രധാനപ്പെട്ട 3 റോഡ് അടയാളങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കോഷണറി സൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താണ്? മാൻഡേറ്ററി ഇൻഫർമേറ്ററി സൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തത് മാൻഡേറ്ററി സൈൻസ് ഉണ്ട്. അപ്പം 3 പ്രധാനപ്പെട്ട സൈൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ചുവന്ന ബോർഡറിനൊപ്പം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന റോഡ് അടയാളങ്ങൾക്ക് പറയുന്ന പേര്. കോഷണറി സൈൻസ് അഥവാ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ എപ്പോഴും ത്രികോണ ആകൃതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അടുത്തത് വിവരദായകമായിട്ടുള്ള ചിഹ്നങ്ങൾ അഥവാ ഇൻഫർമേറ്ററി സൈൻസ് റെക്ടാംഗിൾ പാറ്റേണിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിർബന്ധിത ചിഹ്നങ്ങൾ അഥവാ മാൻഡേറ്ററി സൈൻസ് എപ്പോഴും വൃത്താകാരത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നിർബന്ധിത ചിഹ്നങ്ങൾ. ചുവന്ന ബോർഡറിനൊപ്പം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന റോഡ് ചിഹ്നങ്ങളെ എന്തെന്ന് പറയുന്നു? നിർബന്ധിത ചിഹ്നങ്ങൾ എന്ന് പറയുന്നു. സൈൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചോളുക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതെന്താണ്? ത്രികോണാകൃതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇത്? ഇതൊരു കോഷണറി സൈനാണ്, മുന്നറിയിപ്പാണ് അല്ലേ? അപ്പൊ ഇത് ഓർത്തു വെച്ചോണം. നോക്കിക്കേ, താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ലിപ്പറി റോഡ് എ, ബി എന്ന് പറഞ്ഞ ഇളക്കമുള്ള മണ്ണ്, സി ക്രോസ് റോഡ്, ഡി വീഴുന്ന പാറകൾ. അപ്പൊ ഏതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ 56 ബി ആണ് ഉത്തരം പറയുന്നത്, ഇളക്കമുള്ള മണ്ണ്. അപ്പൊ ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഇളക്കമുള്ള മണ്ണിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ, നോക്കിക്കോളൂ. ഡാഷ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്യാരേജ് വേയിൽ വാഹന ഗതാഗതത്തിന് സമാന്തരമായി സജ്ജീകരിച്ചിരിക്കുന്ന റോഡ് അടയാളങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ക്യാരേജ് വേ, വാഹനം പോകുന്ന വഴിക്ക് സമാന്തരമായിട്ട് കൊടുത്തിട്ടുള്ള ചിഹ്നങ്ങളെ പറയുന്ന പേര് എന്നുള്ളത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എന്താണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ഏതാണെന്ന് നോക്കിയേ. എ ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കിങ്, ട്രാവേഴ്സ്ഡ് മാർക്കിങ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് മാർക്കിങ്, സ്റ്റോപ്പ് ലൈൻ മാർക്കിങ്. സ്റ്റോപ്പ് ലൈൻ മാർക്കിങ് നിങ്ങൾക്ക് അറിയായിരിക്കും, അതുപോലെ തന്നെ പെഡസ്ട്രിയൻ ക്രോസിംഗ് മാർക്കിങ്ങും നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കിംഗ് ആണ്. അപ്പം നമ്മുടെ ക്യാരേജ് വേയിൽ വാഹനം പോകുന്നതിന് സമാന്തരമായി കൊടുത്തിട്ടുള്ള മാർക്കിങ്ങിന്റെ പേരെന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കിംഗ്. ഓക്കെ, അടുത്തത് പറയട്ടെ. അടുത്ത ചോദ്യം നോക്കൂ. ഒരു വാഹനം ഇടതുവശത്തു കൂടി മറികടക്കാവുന്ന സാഹചര്യം. നമ്മൾ ഡ്രൈവിംഗിൽ എപ്പോഴും പഠിക്കുന്നതാണ്, വാഹനം ഒരു കാരണവശാലും ഇടതുവശത്തോടു കൂടി ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അത്തരത്തിൽ ഇടതുവശത്തോടു കൂടി വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, മൾട്ടി ലൈനിലൂടെ ഓടിച്ചു പോകുമ്പോൾ അടുത്തത് എന്താണ്? മറികടക്കപ്പെടേണ്ട വാഹനം റോഡിന്റെ മധ്യഭാഗത്ത് നിന്ന് വലത്തോട്ട് തിരിയുകയാണെങ്കിൽ മുന്നിലെ വാഹനം നിർത്തിയിട്ടിരിക്കുകയും ഇടതുവശത്തോടുകൂടി കടക്കുന്നത് സുരക്ഷിതമാണെങ്കിൽ 4 മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും. അപ്പൊ നോക്കിക്കുകയും നമ്മുടെ ഉത്തരം എന്താണ് ഇവിടെ? ഈ മൾട്ടി ലൈനിലൂടെയാണ് വാഹനം, ഒന്നിലധികം ലൈനുകളുണ്ട്, 2ലധികം ലൈനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാഹനം ഇടതുവശത്തോടു കൂടി സുരക്ഷിതമാണെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കണം, പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു വാഹനമുണ്ട്, അത് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തേക്ക് തിരികുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ പിറകിലൂടെ ഇടതുവശത്തോടു കൂടി നമുക്ക് കവർ ചെയ്ത് കയറാവുന്നതാണ്. അതുപോലെ തന്നെ മുന്നിലെ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്, നമുക്ക് ഇടതുവശത്തോടു കൂടി സുരക്ഷിതമായി കടന്നു പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇപ്പോൾ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് ഇടതുവശത്തോടു കൂടി കയറി പോകാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഒരു വാഹനം മറ്റൊരു വാഹനത്തെ മറികടക്കുവാൻ പാടില്ലാത്ത സാഹചര്യം, ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ലാത്ത സാഹചര്യത്തെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, എപ്പോഴൊക്കെയാണ് ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ലാത്തത്? പാലത്തിലാണെങ്കിൽ ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടി ലൈനിലാണെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, മുന്നിലെ റോഡ് കാണാത്ത വളവിൽ ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞിരുന്ന എല്ലാ സാഹചര്യങ്ങളിലും. നോക്കിയേ, ഇത് നമ്മളെ കൊടുക്കും. ഈ ചോദ്യം നമ്മളെ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിലെ പാലങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, പക്ഷേ മൾട്ടി ലൈനിലാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഇനി പാലത്തിൽ തന്നെ മൾട്ടി ലൈൻ വന്നാൽ ഓവർടേക്ക് ചെയ്ത് കയറിക്കൂടെ? അങ്ങനെ ചിന്തിച്ചോണം. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ ഏതാണ്? മുന്നിലെ റോഡ് കാണാത്ത വളവിൽ. റോഡ് നല്ല കുത്തനെയുള്ള വളവാണ്, നമുക്ക് മുന്നോട്ട് റോഡ് കാണാൻ സാധിക്കില്ല, എതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓവർടേക്ക് ചെയ്ത് കയറുവാൻ പാടില്ല. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കുക. ഒരേ ഗണത്തിൽപ്പെട്ട 2 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ ഏതു വശത്തു നിന്ന് വരുന്ന ഡ്രൈവർക്കായിരിക്കും റൈറ്റ് ഓഫ് വേ? ആർക്കാണ് നമ്മൾ വഴി കൊടുക്കേണ്ടത്? വഴി കിട്ടുവാനുള്ള അവകാശം ആർക്കാണ് എന്നുള്ളതാണ്. ഒരേ ഉള്ള 2 റോഡ് വന്ന് ചേരുന്നു, ആ ചേരുന്ന സ്ഥലത്ത് ആർക്കായിരിക്കും വഴിക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത് എന്നുള്ളതാണ്. നോക്കിയേ ഓപ്ഷൻസ്. വലതുവശത്ത് നിന്ന് വരുന്ന ആൾക്ക്, ഇടതുവശത്തേക്കുള്ള ആൾക്ക്, മുന്നിൽ നിന്ന് വരുന്ന ആൾക്ക് ആർക്കും മുൻഗണനയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ റൈറ്റ് ഓഫ് വേക്ക് മുൻഗണന ലഭിക്കുന്ന ആർക്കാണെന്ന് അറിയാമോ? വാഹനവുമായിട്ട് വലതുവശത്തു നിന്ന് വരുന്ന ആൾക്കാണ് റൈറ്റ് ഓഫ് വേ എന്നുള്ളത്. അതായത് വഴി ലഭിക്കുവാൻ പ്രയോറിറ്റി ഉള്ളത് വലതുവശത്തു നിന്നും വാഹനവുമായിട്ട് വരുന്ന വ്യക്തിക്കാണ് വഴി ലഭിക്കേണ്ടത്. ചോദ്യം ഒന്നുകൂടെ നോക്കുക. ഒരേ ഗണത്തിൽപ്പെട്ട 2 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ ഏത് വശത്തു നിന്നും വരുന്ന ഡ്രൈവർക്കായിരിക്കും റൈറ്റ് ഓഫ് വേ? റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് വലതുവശത്തു നിന്ന് വരുന്ന വ്യക്തിക്കായിരിക്കും റൈറ്റ് ഓഫ് വേ എന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കണേ. അടുത്ത ചോദ്യം നോക്കിക്കേ. തികച്ചും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു വാഹനം തുരങ്കത്തിൽ നിർത്തിയിടേണ്ടി വന്നാൽ
പ്രതിഫലിക്കുന്ന മുന്നറിയിപ്പ് ത്രികോണം, അതായത് റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ വാഹനത്തിന്റെ മുന്നിലും പിന്നിലും ഡാഷ് മീറ്റർ അകലത്തിൽ വയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വാഹനം കേടായിട്ട് ഒരു തുരങ്കത്തിൽ കിടക്കുന്നു, നമ്മുടെ വാഹനം കിടപ്പുണ്ട് എന്ന് മറ്റുള്ള വാഹനങ്ങളെ അറിയിക്കണമെങ്കിൽ റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ നമ്മൾ പ്ലേസ് ചെയ്യണം. അത് പ്ലേസ് ചെയ്യുവാനായിട്ട് വാഹനത്തിന്റെ മുന്നിലും പിന്നിലും പ്ലേസ് ചെയ്യുവാനായിട്ട് വേണ്ടുന്ന അകലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ, 15, 20, 35, 50. എത്ര മീറ്റർ അകലത്തിൽ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് ഉത്തരം എന്ന് പറയുന്നത്. 20 മീറ്റർ അകലത്തിൽ സ്ഥാപിച്ചിരിക്കണം. കേട്ടല്ലോ, ഈ 20 മീറ്റർ അകലത്തിലാണ് റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ സ്ഥാപിക്കേണ്ടത്. അടുത്ത് നോക്കിയേ, അടിയന്തര വാഹനങ്ങളുടെ മുൻഗണന താഴെ പറയുന്നവയിൽ ഏത് പ്രകാരമാണ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, മിക്കവാറും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഓർത്തുകൊള്ളുക. നോക്കിയേ, അടിയന്തര വാഹനങ്ങളുടെ മുൻഗണന എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഫയർ സർവീസ് വാഹനത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് പ്രയോറിറ്റി ഫയർ സർവീസ് വാഹനത്തിന് കൊടുക്കണം. സെക്കൻഡ് പ്രയോറിറ്റിയോ ആംബുലൻസിനായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഫയർ സർവീസ് വാഹനങ്ങൾക്ക്, സെക്കൻഡ് പ്രയോറിറ്റി ആംബുലൻസിന്, തേർഡ് പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിലോ പോലീസ് സർവീസ് വാഹനത്തിനായിരിക്കണം കൊടുക്കേണ്ടുന്നത്. FFAPS എന്ന ഓർത്ത് വെച്ചോണം. ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ് സർവീസ്, FFAPS ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആംബുലൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ, ഫയർഫോഴ്സ് വെഹിക്കിൾ ഉണ്ട്, പോലീസ് വെഹിക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയോറിറ്റി ആർക്കായിരിക്കണം കൊടുക്കേണ്ടുന്നത്? ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫയർഫോഴ്സിന്റെ വെഹിക്കിളിനായിരിക്കും, ഫയർ സർവീസ് വെഹിക്കിളിനായിരിക്കും. FFA ആംബുലൻസ് സെക്കൻഡ് പ്രയോറിറ്റി ആംബുലൻസിന് കൊടുക്കണം. PS പോലീസ് സർവീസ് വെഹിക്കിളിന് കൊടുക്കണം. തേർഡ് പ്രയോറിറ്റി പോലീസ് വാഹനങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങളുടെ പരമാവധി വേഗപരിധി മണിക്കൂറിൽ ഡാഷിൽ കൂടുവാൻ പാടില്ല. വാഹനം കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നു, അപ്പോൾ അതിന്റെ പരമാവധി വേഗത എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയാണ്? ഒരു സംശയം വേണ്ട, വൺ വേർഡ് ഡയറക്റ്റ് ആൻസർ ആണ്. 25 km/h ആണ് അതിന്റെ മാക്സിമം വേഗത എന്ന് പറയുന്നത്. കെട്ടിവലിക്കുമ്പോൾ വാഹനത്തിന്റെ പരമാവധി വേഗത എത്രയായിരിക്കണം? 25 km/h ആയിരിക്കണം. അടുത്ത ചോദ്യം നോക്കിയേ, കേരളത്തിലെ 4-വരി പാതയിൽ മോട്ടോർ കാറിന് അനുവദിക്കപ്പെട്ട പരമാവധി വേഗത മണിക്കൂറിൽ ഡാഷ് കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ചോദ്യം അനുസരിച്ചുള്ള ഉത്തരമാണ് ഞാൻ ഇവിടെ പറയുന്നത്. വേഗതാ പരിധി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എത്രയാണെന്ന് നോക്കിക്കൊള്ളുക. ഈ 60 കൊടുക്കുന്നുണ്ട്, 70 കൊടുത്തിട്ടുണ്ട്, 80 കൊടുത്തിട്ടുണ്ട്, 90 ഉണ്ട്. നമ്മുടെ ആൻസർ ഇതാണ്, 90 km/h ആണ്. ഓക്കെ, അപ്പം നമ്മുടെ പരമാവധി വേഗതാ പരിധി 90 km/h ആണെന്ന് ഓർക്കുക. എവിടെയാണെന്ന് നോക്കിക്കേ, 4-വരി പാതയിലാണ്. കേരളത്തിലെ 4-വരി പാതകളിലെ പരമാവധി 90 km/h ആണെന്ന് ഓർത്തുകൊള്ളുക വേഗത. അടുത്തത്, ഒരു പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന പരമാവധി സ്ഫോടക വസ്തുക്കളുടെ അളവ്. പരമാവധി സ്ഫോടക വസ്തുക്കളുടെ അളവാണ് ചോദിച്ചേക്കുന്നത്. പബ്ലിക് സർവീസ് വാഹനം, ഒരു പൊതു ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഫോടക വസ്തുക്കളുടെ അളവ് എത്രയാണ്? 3 ലിറ്റർ ആണോ? അല്ല. സ്ഫോടക വസ്തുക്കളൊന്നും പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകുവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു പബ്ലിക് സർവീസ് വാഹനത്തിലും, ഉദാഹരണം KSRTC ബസ്സിൽ നിങ്ങൾക്ക് വെടിമരുന്ന് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. പടക്കം പോലും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താ? ബാക്കിയുള്ളവരുടെ ജീവന് കൂടി ഭീഷണിയായിട്ടുള്ള സംഗതിയാണത്, അനുവദിക്കില്ല. അടുത്ത് നോക്കി, ഫോഗ് ലാമ്പ്. ഫോഗ് ലാമ്പ് ഡാഷിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാവൂ. എന്തിന്റെ കൂടെയാണ്? ഡിപ്ഡ് ഹെഡ്ലൈറ്റ്, ഹൈ ബീം, എക്സ്ട്രാ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്. ഏതാണെന്ന് അറിയാമോ ആൻസർ? എപ്പോഴും ഫോഗ് ലാമ്പ് ഉപയോഗിക്കേണ്ടുന്നത് ഡിപ്ഡ് ഹെഡ്ലൈറ്റിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാവൂ. ഫോഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഡിപ്ഡ് ഹെഡ്ലൈറ്റിന്റെ കൂടെ ആയിരിക്കണം ഫോഗ് ലാമ്പ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വൃത്താകൃതി ഉണ്ട്, ഒരു ബാറ് ക്രോസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ നോക്കിയേ? നോ പാർക്കിംഗ്. നോ പാർക്കിംഗ് സൈൻ ഇതാണോ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതല്ല നോ പാർക്കിംഗ് സൈൻ എന്നറിയാം. അപ്പൊ അതല്ല ഉത്തരം. നോ സ്റ്റോപ്പിംഗ്. ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്, ഒരു സംശയമുണ്ട്. നോക്കിയേ, നിയന്ത്രണ മേഖല കഴിഞ്ഞു, നിയന്ത്രണങ്ങൾ തുടങ്ങുന്നു. ഈ 2 എണ്ണമായിരിക്കും നമ്മുടെ ആൻസറിൽ ഏതെങ്കിലും. ഏതാ കറക്റ്റ് ഉത്തരം? നിയന്ത്രണ മേഖല കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിയന്ത്രണ മേഖല കഴിഞ്ഞു. അടുത്ത് നോക്കിയേ, BS4 മാനദണ്ഡത്തിലുള്ള എഞ്ചിൻ ഘടിപ്പിച്ച വാഹനത്തിന്റെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ? BS4ന്റെ PUC സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണ്? BS4നാണെന്നുണ്ടെങ്കിൽ 1 വർഷമാണ് പരമാവധി കാലാവധിയായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ.
വാടകയ്ക്കോ പ്രതിഫലത്തിനോ വേണ്ടി എത്ര യാത്രക്കാരെ വരെ ചരക്ക് വാഹനങ്ങളിൽ കയറ്റാം? ഇപ്പൊ ചരക്ക് വാഹനങ്ങളില് പ്രതിഫലത്തിനോ വാടകയ്ക്കോ വേണ്ടിയിട്ട് എത്ര പേരെ കൊണ്ടുപോകാം എന്നുള്ളതാണ് പറയുന്നത്. ഏതൊക്കെ ഓപ്ഷൻസ് നോക്കിയേ? വാഹനങ്ങൾ ആരെയും വാഹനത്തിൽ കയറ്റുവാൻ പാടില്ല. അടുത്തത് RC ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന അത്രയും ആളുകളെ കയറ്റാം, 2 പേരെ കയറ്റാം, 3 പേരെ കയറ്റാം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സാമാന്യ യുക്തിക്ക് തോന്നത്തില്ല, ഉത്തരമാണെന്ന് തോന്നത്തില്ല. പക്ഷെ ഇതിൽ രണ്ടിലും നിങ്ങൾ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട്, A അല്ലെങ്കിൽ B. ചിലര് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ RC ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന അത്രയും ആളുകളെ കയറ്റാമെന്ന് ചിലപ്പോൾ മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാല് ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ വാടകയ്ക്കോ പ്രതിഫലത്തിനോ മറ്റാരെയും കൊണ്ടുപോകുവാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? A ആണ് നമ്മുടെ ഉത്തരം. 70ന്റെ ഉത്തരം ഏതാണ്? ആൻസർ A. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധിയെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണ് 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം. എല്ലാവർക്കും അറിയാം, ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉള്ള എല്ലാവർക്കും അറിയാം എത്രയാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ലൈസൻസിന്റെ കാലാവധി 5 വർഷമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. രാത്രി കാലങ്ങളിൽ താഴെ പറയുന്നവയിൽ ഹൈ ബീം ഉപയോഗിക്കൽ നിരോധിച്ചിരിക്കുന്ന സന്ദർഭം. എപ്പോഴാണ് ഹൈ ബീം ലൈറ്റ് ഉപയോഗം നിരോധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. മുന്നിൽ വരുന്ന വാഹനം അടുത്തേക്ക് വരുമ്പോൾ, സമീപിക്കുമ്പോൾ, അടുത്തത് മറ്റൊരു വാഹനത്തിന്റെ പിറകെ പോകുമ്പോൾ, പ്രകാശമുള്ള റോഡിൽ പോകുമ്പോൾ, മുകളിൽ പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളിലും. എപ്പോഴാണ് ഹൈ ബീം നിരോധിച്ചിരിക്കുന്നത്? മുന്നിൽ വരുന്ന വാഹനം ഉണ്ടെങ്കിൽ, മുന്നിലൊരു വാഹനം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഹൈ ബീം ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു വാഹനത്തിന്റെ പിറകെ പോകുമ്പോഴും നമ്മൾ ഹൈ ബീം അടിച്ചു കൊടുത്താൽ അയാൾക്ക് ഇൻസൈഡ് റിയർ വ്യൂ മിറർ വഴിയോ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് റിയർ വ്യൂ മിറർ വഴിയോ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പ്രകാശമുള്ള റോഡിലൂടെ പോകുന്ന സമയത്ത് ഹൈ ബീം ലൈറ്റ് ഉപയോഗിക്കേണ്ടെന്ന കാര്യമില്ല. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ആൻസർ ഏതാണ്? മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ഹൈ ബീം ലൈറ്റുകൾ ഉപയോഗിക്കേണ്ടെന്ന കാര്യമില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുവാൻ പാടില്ല. അടുത്ത ചോദ്യം. വാഹന ഗതാഗതത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ജംഗ്ഷനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതോ അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നതോ ആയ സംവിധാനത്തെ ഡാഷ് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ട്രാഫിക് നിയന്ത്രിക്കുവാനായിട്ട് ഒരു ജംഗ്ഷനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ഏതാണ്? വളരെ ഈസി ആയിട്ട് പറ്റും. ഏതാ? ട്രാഫിക് ഐലൻഡ്. അതൊന്നും കൂടുതൽ ആലോചിക്കേണ്ട കാര്യമേ വരുന്നില്ല. ഓപ്ഷൻസ് റൗണ്ട് അബൌട്ട്, റോഡ് മാർക്കിംഗ്, ട്രാഫിക് ഐലൻഡ്, ഹസാർഡ് മാർക്കിംഗ്. ഏതായിരിക്കും? ട്രാഫിക് ഐലൻഡ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഉത്തരം. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളരെ എളുപ്പമാണ് ഇതെല്ലാം. ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. 74. താഴെ കാണിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്, ആശുപത്രി, ക്രോസ് റോഡ്, ജംഗ്ഷൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ഹോസ്പിറ്റലിന്റെ സിമ്പിൾ ആയിട്ട് തോന്നാം അല്ലേ? നോക്കിയേ, ആശുപത്രിയുടെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഇതിനെ കണ്ടാൽ തോന്നാം. പക്ഷെ ആ ചാടി കയറി അടിക്കരുത്, തെറ്റാണ്. ജംഗ്ഷനും തെറ്റാണ്. ക്രോസ് റോഡ് ആവാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇത് ശ്രദ്ധിച്ചു നോക്കുക, ഇത് ക്രോസ് റോഡിന്റെ സിമ്പിൾ അല്ല. പിന്നെ ഇത് എന്തിന്റെ സിമ്പിൾ ആണ്? ഫസ്റ്റ് എയ്ഡ് പോസ്റ്റിന്റെ സിമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് പോസ്റ്റിന്റെ സിമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. അടുത്ത് നോക്കിയേ. വാഹനം ഇടത്തോട്ട് തിരിയുന്നതിന് വേണ്ടി കൈകൊണ്ട് എങ്ങനെയാണ് സിഗ്നൽ കൊടുക്കേണ്ടത്? വലത് കൈ പുറത്ത് നീട്ടുക, ഇടത് കൈ പുറത്തേക്ക് നീട്ടുക, വലത് കൈ നീട്ടി ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ കറക്കുക, വലത് കൈ നീട്ടി ക്ലോക്ക് വൈസ് ദിശയിൽ കറക്കുക. അപ്പൊ നമുക്ക് ഒരു വാഹനം ഇടത്തോട്ട് തിരിയണം. നമ്മുടെ വാഹനം ഇടത്തോട്ട് തിരിയണമെങ്കിൽ നിങ്ങൾ വലത് കൈ പുറത്തേക്ക് നീട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? കൈയുടെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കൈ പിടിച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പം ഇങ്ങനെയാണ് പോകുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നല്ല വ്യക്തമായിട്ട് നമ്മൾ ഇടത്തേക്ക് തിരിയാൻ പോവുകയാണ് എന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ, ഉത്തരം ഏതാണെന്ന് നോക്കിയേ. വലത് കൈ നീട്ടി ആന്റി ക്ലോക്ക് വൈസ് ദിശയിൽ കറക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം എടുക്കട്ടെ, നോക്കിക്കേ. ഒരു ലൈറ്റ് മോട്ടോർ വാഹനം എന്നാൽ എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്? അവിടെ GVW കൊടുത്തിട്ടുണ്ട്, ഗ്രോസ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 3000 കിലോഗ്രാമിൽ കവിയാത്തത്, GVW 5000 കിലോഗ്രാമിൽ കവിയാത്തത്, GVW 7500 കിലോയിൽ കവിയാത്തത്, GVW 10000 കിലോയിൽ കവിയാത്തത്. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം? GVW എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 7500 വരെയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം എന്തായിരിക്കും? LMV ആയിരിക്കും, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ? നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട്
വരുന്നത്. അടുത്ത നോക്കിയേ, ഇവയിൽ ഏത് ഫോമാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ നൽകുന്നത്? ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ നൽകുന്നത് ഏത് ഫോമിലാണ്? ഓർത്തു വെക്കണേ, ഫോം 2 ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷ നൽകുന്നത്. അടുത്ത 78ാമത്തെ ചോദ്യം നോക്കിയേ, ഒരു ലൈറ്റ് മോട്ടോർ വാഹനം ചുരുങ്ങിയത് ഇത്ര കാലയളവ് ഓടിച്ച പരിചയമുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. ചുരുങ്ങിയ ആ കാലയളവ് എത്രയാണ്? അപ്പോ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഓടിച്ച് പരിചയം മിനിമം ഇത്ര നാള് വേണം. എത്രയാണെന്നാ പറയുന്നത്? 3 മാസം, 1 വർഷം, 6 മാസം, 3 വർഷം. എത്രയാ? ചുരുങ്ങിയത് 1 വർഷമെങ്കിലും നിങ്ങൾക്ക് വാഹനം ഓടിച്ച് പരിചയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിനുള്ള ലേണേഴ്സ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അടുത്തത്, ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സ്. ഇത് നമുക്ക് LMB കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 18 വയസ്സ്. 20, 22, 27 വയസ്സ്. ഏതാണ് നമ്മുടെ ഉത്തരം? 20 വയസ്സാണ്. ഒരു ട്രാൻസ്പോർട്ട് ലൈസൻസ് ലഭിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 20 വയസ്സാണ്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുൻപ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരുന്നു. എന്നാൽ 2019 തോന്നുന്നുണ്ട് ആ യോഗ്യത പറഞ്ഞുകൊണ്ടുള്ള ആ നിയമം ഒഴിവാക്കിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാമല്ലോ. ചരക്ക് വാഹനങ്ങളുടെ മുകളിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ചരക്ക് വാഹനങ്ങളുടെ ടോപ്പ് ലൈറ്റിൽ ഘടിപ്പിച്ചേക്കുന്ന നിറം എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചോണേ, എല്ലാവരും ചിലപ്പോൾ ചുമപ്പൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മഞ്ഞ അടിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം വെള്ളയാണ്. അപ്പൊ ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം എന്താണ്? വെള്ളയാണ്. അടുത്ത നോക്കിയേ, ബ്രീത്ത് അനലൈസർ മുഖേനയുള്ള പരിശോധനയിൽ രക്തത്തിൽ ഡാഷിൽ കൂടുതൽ ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ വാഹനത്തിന്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. എത്രയാണ് ആ ഉത്തരം? 30, 25, 28, 20. നമ്മുടെ ഉത്തരത്താണ് അതെ, ഓപ്ഷൻ 30 mg/100 ml ആണ്. നോക്കിയോണേ, അപ്പോ ഒരു ബ്രീത്ത് അനലൈസർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന അനുവദനീയമായ ആൽക്കഹോളിന്റെ പരിധി എന്ന് പറയുന്നത് മാക്സിമം എത്രയായിരിക്കണം? 30-ൽ താഴെയായിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? 30-ൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആയിരിക്കണം. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയേ, ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരുന്നതിന് എത്ര നാൾ മുമ്പ് വരെ പുതുക്കാം? കാലാവധി തീരുന്നതിന് മുമ്പ് പുതുക്കാൻ സാധിക്കില്ല. 1 മാസം, 5 വർഷം, 1 വർഷം. അപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയറി ആവുകയാണെന്ന് നമുക്കറിയാം. കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതുക്കുവാൻ സാധിക്കുമെന്ന് ഓർത്തു വെക്കുക. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത നോക്കിക്കേ, ഡാഷ് ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോറം. അപ്പൊ PUC പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എത്ര നമ്പർ ഫോറത്തിലാണ്? എത്രയാണ്? ഫോറം നമ്പർ 59-ലാണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ, ട്രാഫിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും, കാൽനടക്കാർ, ഒറ്റയ്ക്കോ കൂട്ടം കൂടിയോ നടക്കുന്ന മൃഗങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇപ്പൊ നമ്മുടെ റോഡില് ട്രാഫിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഒറ്റയ്ക്കുള്ള വാഹനങ്ങൾ ഉണ്ടായിരിക്കും, കൂട്ടമായിട്ട് വരുന്ന വാഹനങ്ങൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ യാത്രക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ കന്നുകാലികളെയും കണ്ടേക്കാം. അപ്പൊ ഇതിനെയെല്ലാം കളക്റ്റീവായിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാഫിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉത്തരം എന്താണ്? മുകളിൽ പറഞ്ഞ എല്ലാം ചേർന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. നോക്കിക്കോ, അടുത്ത ചോദ്യം നോക്കിയോണേ. ഭാരത് സ്റ്റേജ് 6 VS6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഇതും എന്ത് തന്നെയാണ്? ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കാലാവധിയും എന്ത് തന്നെയാണ്? 1 വർഷം തന്നെയാണ്. ആൻസർ കീ പ്രകാരമുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ അതാത് കാലങ്ങളിൽ കൃത്യമായിട്ട് അമെൻഡ് ചെയ്യുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. അതൊന്ന് നോക്കിയിരിക്കണം. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ആൻസർ കീ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത നോക്കുകയും, ഫ്ലഡ് ഗേജ് ഒരു ഡാഷ് അടയാളമാണ്. ഫ്ലഡ് ഗേജ് വിവരദായക ചിഹ്നം, മുന്നറിയിപ്പ് അടയാളം, നിർബന്ധിത ചിഹ്നം, നദിയിലെ ചിഹ്നം. അപ്പൊ ഫ്ലഡ് ഗേജ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്ക ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിക്കുന്ന ഒരു അളവ് പോലാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലഡ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്? എന്ത് തരത്തിലാണ്? അതൊരു വിവരദായക ചിഹ്നം അഥവാ ഇൻഫർമേറ്ററി സൈൻ ആണത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. താഴെ കാണുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നീളപരിധി, വീതിപരിധി, ഭാരപരിധി, ഉയരപരിധി. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇത് മാത്രം നോക്കിയാൽ മതി.
ഈ രണ്ട് ത്രികോണങ്ങൾ നോക്കിയാൽ മതി. ഇതിനിടെയുള്ള ഉയരമാണ് പറഞ്ഞിരിക്കുന്നത് 3.5 മീറ്റർ. ഓക്കെ, മാക്സിമം ഉയരം എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഉയരപരിധിയെയാണത് സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. നോക്കിയോ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന ഡ്രൈവറായ നിങ്ങൾക്ക് അഭിമുഖമായി ഗിവ് വേ എന്നെഴുതിയ സൈൻ ബോർഡ് കാണുന്നു. അപ്പൊ നിങ്ങൾ ജംഗ്ഷനിലേക്ക് കയറാൻ പോവുകയാണ്, നിങ്ങൾക്ക് അഭിമുഖമായിട്ട് എന്ത് ചെയ്യുന്നു? ഗിവ് വേ കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ സൈൻ ബോർഡ് കാണുന്ന സമയത്ത് എന്ത് നിർദ്ദേശമാണ് ഈ സൈൻ ബോർഡ് നിങ്ങൾക്ക് നൽകുന്നത്? കാൽനടക്കാർ വഴിമാറി പോകണം, മറ്റു വാഹനങ്ങൾക്ക് ഞാൻ വഴിമാറി കൊടുക്കണം, മറ്റു വാഹനങ്ങൾ എനിക്ക് വഴി നൽകണം, ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കാണ് മുൻഗണന. നിങ്ങൾ എവിടെയെങ്കിലും ഇത്തരത്തില് ഒരു ഗിവ് വേ എന്നുള്ള സൈൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ എന്താണ്? മറ്റു വാഹനങ്ങൾക്ക് ഞാൻ വഴി മാറി കൊടുക്കണം. ഗിവ് വേ എന്ന് വെച്ചാൽ എന്താണ്? വഴി നൽകുക. മറ്റു വാഹനങ്ങൾക്ക് ഞാൻ വഴി നൽകുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, എളുപ്പമാണ് ഇതെല്ലാം. കേരളത്തിൽ സ്കൂൾ പരിസരത്ത് മോട്ടോർ വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ കിലോമീറ്ററായി നിജപ്പെടുത്തിയിരിക്കുന്നു. ഇതും കാലാകാലങ്ങളിൽ PSC ചോദിക്കുന്നതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് അപ്ഡേഷൻസ് ഉണ്ട്. ഓരോ കാലഘട്ടത്തിലായിട്ട് PSC എന്ത് ചെയ്യും? മാറ്റങ്ങൾ, PSC അല്ല ഗതാഗത വകുപ്പ് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് വേഗതാ പരിധിയിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങൾ, വേഗതാ പരിധികൾ, ഫൈനുകൾ, ഫോമുകളൊക്കെ കൃത്യമായിട്ട് ഒന്നുകൂടി ആവർത്തിച്ചൊന്ന് നോക്കിയിരിക്കണം. ഓക്കെ, 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 60 കിലോമീറ്റർ. അപ്പൊ സ്കൂളുകളുടെ പരിസരത്ത് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ നോക്കിയേ. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ മോട്ടോർ കാറുകളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഗ്രീൻ ടാക്സ്. ഇതൊരു റെയർ ചോദ്യമാണ് കേട്ടോ, ഓർത്തു വെച്ചോണേ. ഗ്രീൻ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. 15 വർഷം കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് മോട്ടോർ കാറുകൾക്ക് നൽകുന്ന ഗ്രീൻ ടാക്സ് എത്രയാണ്? 600 രൂപയാണ്. ഓക്കെ, ഇത് പഠിച്ചോണേ, ഇത് അങ്ങ് പഠിച്ചോണം. ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത് 600 രൂപയാണ്. 15 വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 600 രൂപ അടയ്ക്കണം. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിന് ആവശ്യമായ വീതിയില്ലാത്ത കുത്തനെയുള്ള റോഡുകളിലും മലമ്പ്രദേശങ്ങളിലെ റോഡുകളിലും ഏത് വാഹനത്തിനാണ് മുൻഗണന നൽകുന്നത്? അപ്പൊ നമ്മളൊരു കുത്തനെ ഉള്ള ഒരു കയറ്റം കയറുന്ന സമയത്ത്, മലമ്പ്രദേശമാണ്, കുത്തനെയുള്ള കയറ്റം കയറുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുത്തനെയുള്ള മലമ്പ്രദേശങ്ങളുള്ള റോഡുകൾ, ഇടുങ്ങിയ കയറ്റങ്ങള്, വീതിയില്ലാത്ത റോഡുകൾ, അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏത് വാഹനത്തിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇറക്കം ഇറങ്ങി വരുന്ന വാഹനത്തിന് മുൻഗണന കൊടുക്കണം, കയറ്റം കയറി വരുന്ന വാഹനത്തിന് മുൻഗണന കൊടുക്കണം, ചെറിയ വാഹനത്തിന് മുൻഗണന കൊടുക്കണം, വലിയ വാഹനത്തിന് മുൻഗണന കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഹെവി വാഹനങ്ങളൊക്കെ ഓടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയാം. ഈ LMV വാഹനങ്ങളാണ് ഓടിക്കുന്നത്, ചെറിയ വാഹനങ്ങളാണ് ഓടിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, കയറ്റം കയറി വരുന്ന വാഹനത്തിനായിരിക്കണം നമ്മൾ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്. മനസ്സിലാവുന്നോ? കയറ്റം കയറി വരുന്ന വാഹനത്തിന് നമ്മൾ എപ്പോഴും എന്ത് വേണം? മുൻഗണന കൊടുക്കണം. നമ്മുടെ വാഹനം മലമ്പ്രദേശങ്ങളിലൂടെയോ കുത്തായ കയറ്റങ്ങളിലൂടെയോ വഴിയില്ലാത്ത സ്ഥലങ്ങളിലൂടെയോ പോകുന്ന സമയത്ത് നമുക്ക് മുന്നിലായിട്ടൊരു വാഹനം കയറ്റം കയറി വരികയാണ്, അല്ലെങ്കിൽ നമുക്കെതിരെ കയറ്റം കയറി വരികയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് മുൻഗണന കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു ത്രികോണത്തിനുള്ളിലെ കോഷണറി സൈനിൽ ഒരു റെയിൽവേ എഞ്ചിന്റെ ചിത്രം കാണുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റെയിൽവേ എഞ്ചിന്റെ സൈൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോഷണറി സൈൻ, ഒരു ത്രികോണ ചിഹ്നമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു റെയിൽവേ എഞ്ചിന്റെ പടം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കാവൽക്കാരനില്ലാത്ത ലെവൽ ക്രോസ് മുന്നിലുണ്ട്, കാവൽക്കാരനുള്ള ലെവൽ ക്രോസ് മുന്നിലുണ്ട്, റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്, റെയിൽവേ എഞ്ചിന്റെ റിപ്പയർ യാർഡ് അടുത്തുണ്ട്. എന്താണ്? കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് മുന്നിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കോഷണറി സൈൻ ആയിരിക്കും, ഒരു എഞ്ചിന്റെ പടം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തത്, വാഹനത്തിന്റെ പിൻഭാഗത്ത് ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റിംഗ് ടേപ്പിന്റെ നിറം എന്താണ് എന്നുള്ളതാണ്. മഞ്ഞയും ആംബർ കളറും ഒക്കെ അടിക്കാൻ തോന്നും, ഒരിക്കലും ചെയ്തു കളയരുത്. എന്തായിരിക്കും? ചുവപ്പാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിഫ്ലക്റ്റിംഗ് ടേപ്പിന്റെ നിറം എന്താണ്? ചുവപ്പാണ്. അടുത്ത് നോക്കിക്കേ. തന്റെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ഡ്രൈവർ എത്രയും വേഗം
ഡാഷ് സമയത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. എത്ര മണിക്കൂറിനുള്ള? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഇതൊക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നുണ്ട്. എത്ര? 24 മണിക്കൂറിനുള്ളിൽ. നമ്മളൊരു വാഹനവുമായിട്ട് പോകുന്നു, എന്തെങ്കിലും അപകടം പറ്റുന്നു, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനകത്ത് ആ വിവരം അറിയിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാമോ? നോക്കിക്കേ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഫൈൻ മാത്രം കിട്ടാവുന്ന കുറ്റമാണ്. തടവ് ശിക്ഷ മാത്രം കിട്ടാവുന്നതാണ്. ഫൈനും തടവ് ശിക്ഷയും കിട്ടാവുന്ന കുറ്റമാണ്. ഫൈന്, തടവ് ശിക്ഷ, ലൈസൻസിന് അയോഗ്യതയും കൽപ്പിക്കാം. അപ്പൊ മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടാം, തടവ് ശിക്ഷ കിട്ടാം, ലൈസൻസ് അയോഗ്യത സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. അതിനുള്ള കുറ്റകൃത്യമാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കോ. ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് ഉപയോഗിക്കേണ്ട ഫോമുകൾ. നമ്മുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടുന്ന ഫോമുകളെ പറ്റിയിട്ടാണ്. 25, 26, 27, 28, 29, 30, 35, 36. ഏതാണ്? ഫോം 29, 30. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പം ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുവാനായിട്ട് തന്നിരിക്കുന്ന ഫോമുകൾ ഏതൊക്കെയാണ്? ഫോം 29, 30. അടുത്ത ചോദ്യം നോക്കിയേ. നിങ്ങൾ വാഹനം ഓടിച്ച് മറ്റൊരു വാഹനത്തെ പിന്തുടരുമ്പോൾ എത്ര അകലം പാലിക്കണം? ഒരു കാറിന്റെ നീളത്തിന് തുല്യമായ അകലം, 2 കാറുകളുടെ നീളത്തിന് തുല്യമായ അകലം, മുന്നിലെ വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയാലും നിങ്ങൾക്ക് സുരക്ഷിതമായി നിർത്താനാകുന്ന അകലം, മുന്നിലെ വാഹനത്തിന്റെ പിന്നിലെ ടയറുകൾ കാണാനാകുന്ന അകലം. അപ്പോൾ ഈ ഉത്തരം കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് തോന്നാം, പക്ഷേ ഇവിടെ അതാണ് ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മുന്നിലെ വാഹനം പെട്ടെന്ന് നിർത്തിയാലും നമ്മുടെ വാഹനം സുരക്ഷിതമായിട്ട് നമുക്ക് അതിന്റെ പിന്നിൽ നിർത്താൻ സാധിക്കുന്ന അകലമാണ് കുറഞ്ഞ അകലം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇത്ര മീറ്റർ എന്നൊന്നും പറയുന്നില്ല കൃത്യമായിട്ട്. അപ്പൊ കുറഞ്ഞ അകലം എന്ന് പറയുന്നത് മുന്നിലെ വാഹനം പോകുമ്പോൾ പിന്നിലൊരു വാഹനം ഉണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള കുറഞ്ഞ അകലം എന്ന് പറയുന്നത് മുന്നിലെ വാഹനം സഡൻ ബ്രേക്ക് ചെയ്താലും പിന്നിലെ വാഹനത്തിന് സുരക്ഷിതമായി ബ്രേക്ക് ചെയ്ത് നിർത്തുവാനുള്ള ദൂരം, അതാണ് സുരക്ഷിതമായ അകലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ. നീല നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പ്രതലത്തിൽ വെള്ള നിറത്തിൽ ഹോണിന്റെ ആകൃതിയിൽ ചിത്രം വരച്ചിട്ടുള്ള റോഡ് സൈൻ ബോർഡ് കണ്ടാൽ അർത്ഥമാക്കുന്നത്. ഇവിടെ നീല നിറം വൃത്താകൃതിയിൽ വരച്ചിട്ടുണ്ട്. അതിലെന്തുണ്ട്? ഒരു ഹോണിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഹോണിന്റെ ചിത്രം വരച്ചിട്ടുണ്ട് എങ്കിൽ ഹോണിന്റെ ചിത്രം, ഇത് ഹോണാണെന്ന് തൽക്കാലം സങ്കല്പിക്കുക. ഹോണിന്റെ ചിത്രം വരച്ചിട്ടുണ്ട് എങ്കിൽ അതെന്തിനാണ് അർത്ഥമാക്കുന്നത്? ഹോൺ മുഴക്കരുത്, നിർബന്ധമായും ഹോൺ മുഴക്കണം, എയർ ഹോൺ ഉപയോഗം നിരോധിച്ച സ്ഥലം, സൈലൻസ് സോൺ. ഏതാ ഉത്തരം? നിർബന്ധമായിട്ട് നിങ്ങൾ ഇവിടെ ഹോൺ മുഴക്കിയിരിക്കണം. അപ്പോൾ ഹോൺ മുഴക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോൺ മുഴക്കണം. ഇവിടെ ഒരു വരയാണ് കൊടുത്തിരുന്നെങ്കിലോ ഹോൺ മുഴക്കുവാൻ പാടില്ല. അടുത്തതോ, ഒരു വാഹനത്തിൽ ലഭ്യമായിട്ടുള്ള റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ടത് വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ, വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ, മഴ സമയത്ത് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ, രാത്രിയിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ. റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴി കിടക്കുന്ന സമയത്താണ് റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ടത്. മിനിമം ദൂരം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു എന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത്, വാഹനത്തിന്റെ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എപ്പോഴാണ് പ്രകാശിപ്പിക്കേണ്ടുന്നത്? ഹസാർഡ് ലൈറ്റ് ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നത്, അതായത് ഇതൊരു ക്രോസ് ജംഗ്ഷൻ ആണ്, ഇങ്ങനെ വരികയാണെങ്കിൽ നേരെ പോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന ഓപ്ഷൻ എ പറയുന്നു. വാഹനം കെട്ടി വലിച്ചു കൊണ്ടുപോകുമ്പോൾ, വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ, മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ. എപ്പോഴാണെന്ന് അറിയാമോ? വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ. ഡ്രൈവിംഗ് വിദ്വാൻമാരായിട്ടുള്ള പലരും നമ്മുടെ ക്രോസ് ജംഗ്ഷനിൽ ഇങ്ങനെ പോകുമ്പോഴോ അല്ലെ ഇങ്ങനെ പോകുമ്പോഴോ അല്ലെ ഇങ്ങനെ വരുമ്പോഴോ നേരെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഫോർ ഇൻഡിക്കേറ്റർ എന്ന് ഓമന പേരിട്ട് വിളിച്ച് നമ്മുടെ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഹസാർഡ് വാർണിംഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ഉത്തരം എന്താണ് ഇവിടെ? വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.
കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പല ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി. ഡ്രൈവിംഗിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സാമാന്യം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതും വളരെ എളുപ്പമായിട്ട് എഴുതാവുന്നതാണ്. സാമാന്യം നല്ല തുടക്ക ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ഇത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എക്സാം എഴുതുക. ബെസ്റ്റ് വിഷസ്.